ഹായ്, ഞാൻ ഷാദി സൂരജ്. ഞാനിവിടെ പറയാൻ പോകുന്നത് GCAN എന്ന് പറഞ്ഞ ഒരു കോഴ്സിനെ പറ്റിയാണ്. അതെല്ലാവരും അറിഞ്ഞു കാണും, ഒത്തിരി പേര് ചെയ്യുന്നവരുമുണ്ട്. അപ്പോൾ ഇതൊരു ഓസ്ട്രേലിയയിലെ നഴ്സസിന് വേണ്ടിയുള്ള ഒരു കോഴ്സാണ്. നമ്മുടെ എല്ലാവർക്കും അറിയാം, UK-ലാണെങ്കിലും അയർലൻഡിലാണെങ്കിലും GNM നഴ്സസിന് ഈസി ആയിട്ട് വരാവുന്നതാണ്. പക്ഷേ ഓസ്ട്രേലിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഡിപ്ലോമ നഴ്സസിന് എൻറോൾഡ് നഴ്സായിട്ട് പോകാം എന്നൊക്കെ നമുക്കറിയാമെങ്കിൽ അതൊരു വേറൊരു പ്രോസസ്സിംഗ് ആണ്. നമുക്ക് അറിയില്ല എത്ര പേര് അങ്ങനെ എത്തിയിട്ടുണ്ട് എൻറോൾഡ് നേഴ്സായിട്ടുള്ളതെന്നുള്ളത്. ഇന്ത്യയിൽ നിന്നൊക്കെ എങ്ങനെ എത്തിയിട്ടുണ്ടെന്ന് നമുക്കറിയില്ല. പക്ഷേ ഒരു രജിസ്റ്റേർഡ് നേഴ്സായിട്ട് പോകണമെങ്കിൽ ഒരു ഡിപ്ലോമ ക്വാളിഫിക്കേഷൻ വെച്ച് നമുക്ക് പോകാൻ പറ്റില്ല. കാരണം അവിടെ BSc ആണ് നമുക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ ഫിനാൻഷ്യലി ബുദ്ധിമുട്ട് കൊണ്ടൊക്കെ GNM പഠിച്ചവരൊക്കെ ഉണ്ടാവും. അപ്പോൾ GNM പഠിച്ചവർക്ക് നമ്മൾ ഒരു കോഴ്സ് ഉണ്ട്, നമ്മുടെ MWT ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നാട്ടിൽ. പക്ഷേ അവർ IHM വഴിയാണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. IHM എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് മാനേജ്മെന്റ്. അത് ഓസ്ട്രേലിയയിലെ വളരെ ഫേമസ് ആയിട്ട് GCAN കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അവർ ഇത് 6 മന്ത് കോഴ്സാണ്. നമ്മൾ GNM പഠിച്ചവർക്ക് ഒരു രജിസ്ട്രേഷൻ പർപ്പസ്, അതായത് APRA എടുക്കണമെങ്കിൽ നമ്മൾ ഒരു ലെവൽ 7 ആവണം. AQF ലെവൽ 7 ആയാലാണ് നമുക്ക് APRAക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. പക്ഷെ നമ്മൾ ഒരു ലെവൽ 6-ലാണ് നമ്മുടെ GNM നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കോഴ്സ് 6 മന്ത് ചെയ്യുക. 6 മന്ത് ചെയ്യുമ്പോൾ ഇത് നമ്മൾ 6-ൽ നിന്ന് നേരെ ലെവൽ AQF ലെവൽ 8-ലേക്കാണ് പോണത്. അപ്പോൾ ആ ഒരു ക്വാളിഫിക്കേഷൻ വെച്ച് നമുക്ക് ബാക്കിയുള്ള പ്രോസസ്സിങ് സെയിം ലൈക്ക് BSc നഴ്സസ് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് നമ്മുടെ ലാംഗ്വേജ് റിക്വയർമെൻറ്റ്സും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും വെച്ചിട്ട് നമുക്ക് നമ്മുടെ പ്രോസസ്സിങ് ചെയ്ത് നമുക്ക് ഓസ്ട്രേലിയ എന്നുള്ള സ്വപ്നം സാക്ഷാത്കരിക്കാം. മനസ്സിലായോ? അപ്പോൾ നമ്മൾ എന്താ വേണ്ടതെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ യൂട്യൂബിൽ ഒത്തിരി വീഡിയോസ് അവർ ഇട്ടിട്ടുണ്ട്. ഞാനൊരു GNM നേഴ്സായിരുന്നു. പക്ഷേ എനിക്ക് BSc പഠിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ സൗദിയിൽ പോയപ്പോൾ ഒരു ബാംഗ്ലൂരിലെ ഒരു കോളേജിൽ BSc പഠിക്കുകയും അത് എക്സാമിനും അസൈൻമെൻറ്റ്സിനൊക്കെ ആയിട്ട് നാട്ടിൽ വന്ന് എക്സാം എഴുതി അസൈൻമെൻറ്റ്സ് ഒക്കെ സബ്മിറ്റ് ചെയ്ത് അങ്ങനെ BSc നേഴ്സായി. പക്ഷേ എനിക്ക് ആ സർട്ടിഫിക്കറ്റ് എനിക്ക് എവിടെയും വെക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു. കാരണം പോസ്റ്റ് BSc എടുക്കുന്ന എല്ലാവരും ശ്രദ്ധിക്കുക, നമ്മൾ നാട്ടിലൊക്കെ ചിലപ്പോൾ ആക്സെപ്റ്റ് ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല, ഞാൻ അത്ര വർക്ക് ചെയ്തിട്ടില്ല. പക്ഷെ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു 6 ഇയേഴ്സാണ് ഞാൻ സൗദിയിൽ വർക്ക് ചെയ്തത്. അതിൽ 2 വർഷത്തെ കോഴ്സാണ് നമ്മുടെ പോസ്റ്റ് BSc. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് ഞാൻ വെക്കുകയാണെങ്കിൽ എനിക്ക് ഈ ഒരിക്കലും പോസ്റ്റ് BSc എനിക്ക് അവിടെ കാണിക്കാൻ പറ്റില്ല. കാരണം ഞാൻ സെയിം ടൈം ദിസ് കറസ്പോണ്ടൻസ് കോഴ്സ് പോലെയാണ് അവർ കൺസിഡർ ചെയ്യുന്നത്. സോ അത് വാല്യൂ അല്ല. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. ഞങ്ങൾക്ക് ഒത്തിരി സ്ട്രഗിൾ ചെയ്തിട്ടാണ് എല്ലാ വർഷവും, ആകെ കുറച്ച് ലീവാണ്, ഇവിടുത്തെ പോലെ ലീവൊന്നും കിട്ടില്ല. അതെടുത്ത് വന്ന് നാട്ടിൽ വീട്ടിൽ നിൽക്കണേക്കാളും കൂടുതൽ കോളേജിൽ സ്പെൻഡ് ചെയ്തു. കാരണം നമ്മൾ റെഗുലറായിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതല്ല. അങ്ങനെ സ്പെൻഡ് ചെയ്തിട്ട് ഞാൻ എഴുതിയെടുത്തൊരു പോസ്റ്റ് BSc ആണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എൻ്റെ പോസ്റ്റ് BSc എനിക്ക് കാണിക്കാൻ പറ്റില്ലല്ലോ, എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പം എക്സ്പീരിയൻസ് ആണെങ്കിൽ നമ്മൾ 6 ഇയേഴ്സ് അവിടെ ചെയ്തതുകൊണ്ട് അതിൻ്റെ ഇടയിൽ നമ്മൾ ഇവിടെ വന്ന് എങ്ങനെ ചെയ്തു, കുറേ ക്വസ്റ്റ്യൻസ് അങ്ങനെ നമുക്കൊരു നമ്മുടെ വാലിഡ് അല്ലാതായിപ്പോയി ആ സർട്ടിഫിക്കറ്റ്. അപ്പം ഞാൻ ഒത്തിരി വിഷമിച്ചായിരുന്നു. അപ്പോൾ പിന്നെയാണ് പെട്ടെന്ന് ഒരു ഓപ്പർച്യൂണിറ്റി എന്നുള്ള നിലയിൽ അയർലാൻഡിലും ന്യൂസിലാൻഡിലും UK-ലുള്ള നേഴ്സസിന് GNM നേഴ്സസ് ആയാലും ആരായാലും കുഴപ്പമില്ല, പിൻ മതി നമുക്ക് APRA രജിസ്ട്രേഷൻ ചെയ്യാൻ. അങ്ങനെയാണ് ഞാൻ APRA രജിസ്ട്രേഷൻ ചെയ്തതും കിട്ടിയതും എല്ലാം ആ ഒരു ഓപ്പർച്യൂണിറ്റി വെച്ചിട്ട്. പക്ഷേ ഇപ്പോൾ അത് സ്റ്റോപ്പായി. എല്ലാവർക്കും അറിയാം ജൂലൈയിൽ അതെല്ലാം സ്റ്റോപ്പായെന്ന്. പക്ഷേ എങ്കിലും ഞാൻ APRA കിട്ടിയതിന് ശേഷം എനിക്കിത് മനസ്സിൽ ഭയങ്കരമായിട്ട് എൻ്റെ BSc എനിക്ക് കാണിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരു സങ്കടം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അന്ന് അപ്ഗ്രേഡ് ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ IHM-ൽ ചേരുന്നത്. ഇതിൽ ഈ കോഴ്സ് 6 മന്ത് കോഴ്സാണ്. നമുക്ക് എല്ലാ സമയത്തും കോഴ്സ് അറ്റൻഡ് ചെയ്യാനായിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നു വരില്ല. കാരണം ഇത് ടൈമിങ് ടോട്ടലി ഡിഫറെൻ്റ് ആണ്. സമയത്ത് ഞാൻ മാക്സിമം അറ്റൻഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള സമയത്തിലാണെങ്കിൽ
ഇവര് റെക്കോർഡഡ് വീഡിയോസ് അതിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്യും. അപ്പോൾ ഈച്ച് ആൻഡ് എവറി ക്ലാസ്സസ് നമുക്ക് വേണമെങ്കിൽ റിവൈൻഡ് ചെയ്ത് നോക്കാം ഏതാണ്. ഞാനൊക്കെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസും അങ്ങനത്തെ ഒക്കെ ഉള്ള സമയത്തിലൊക്കെ ആണെങ്കിൽ ഫുള്ള് നോട്ട് എഴുതിയെടുക്കുമായിരുന്നു, കാരണം ഫ്രീ ആവുന്ന സമയത്ത്. അപ്പോൾ അത്രയും ഒരു ഹെൽപ്പ് അവരുടെ ഭാഗത്തുനിന്നുണ്ട്, സപ്പോർട്ട്. നമുക്ക് എന്തെങ്കിലും കാരണം കൊണ്ട് അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യാതെ പറ്റിയില്ലെങ്കിൽ നമുക്കൊരു ഡെഡ് ലൈൻ തരുമല്ലോ, അതിനുള്ളിൽ സബ്മിറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ അവരെ ഒരു 1 വീക്ക് മുന്നെങ്കിലും നമ്മൾ അവരെ ഇൻഫോം ചെയ്ത് അവരെ എക്സ്റ്റെൻഡ് ചെയ്ത് തരും. നമുക്ക് 6 മന്ത് കോഴ്സാണ്. കോഴ്സ് കഴിഞ്ഞതിന് ശേഷം അവരൊരു സോഫ്റ്റ് കോപ്പി നമുക്ക് മെയിലിൽ സർട്ടിഫിക്കറ്റ് അയച്ചു തരും. അത് കഴിഞ്ഞിട്ട് ഹാർഡ് കോപ്പി നമുക്ക് നമ്മുടെ പോസ്റ്റലായിട്ട് വരികയും ചെയ്യും. അപ്പം ഇതാണ് അതിൻ്റെ ഒരു പ്രശ്നം. ഇതിൽ 12 ഏരിയാസ് ആണ് ഉള്ളത്. നമ്മുടെ നഴ്സിങ്ങിനെ പറ്റി ജെറന്റോളജി, ഡയബറ്റീസ്, പെരി ഓപ്പറേറ്റീവ്, അഡൾട്ട് നഴ്സിംഗ്, അക്യൂട്ട് കെയർ, എമർജൻസി നഴ്സിംഗ്, നിയോനാറ്റോളജി, അങ്ങനെ 12 ഏരിയാസ് ആണ് ഉള്ളത്. നമ്മൾ ഏതിലാണോ നമുക്ക് എക്സ്പീരിയൻസ് ഉള്ളത് ആ മേഖലയുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് അസൈൻമെന്റ്സ് ആണെങ്കിലും അതിലെ ക്വസ്റ്റ്യൻസ് ആണെങ്കിലും ഒക്കെ എളുപ്പമായിരിക്കും. പക്ഷെ ചിലവർ ചെയ്യുന്നത് വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ഏരിയ ആണെങ്കിലും അവർ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു കോഴ്സ് ഏതെങ്കിലും എളുപ്പമുള്ള ഒരു മേഖല എടുക്കും, ജെറന്റോളജി അങ്ങനെയൊക്കെ എടുത്തിട്ട് വരുവാണെങ്കിൽ നമുക്ക് അസൈൻമെന്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു ഐഡിയ ഉണ്ടാവില്ല എന്താ ചെയ്യേണ്ടത്. ഭയങ്കര ഓൾറെഡി ഇച്ചിരി നമ്മൾ മെനക്കെടണം ഈ അസൈൻമെന്റ്സും കാര്യങ്ങളും ചെയ്യാം. അപ്പം നമുക്ക് ഒട്ടും പരിചയമില്ലാത്ത ഏരിയ എടുക്കണേക്കാളും നല്ലത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉള്ള ഏരിയയിൽ നിങ്ങൾ അത് കണ്ടിന്യൂ ചെയ്യുന്നതാണ് നല്ലത്. പിന്നെ എന്തെങ്കിലും ഒരു സപ്പോർട്ടോ എന്തെങ്കിലും കാര്യങ്ങളോ വേണമെങ്കിൽ നിങ്ങൾക്ക് അവരുടെ തന്നെ ഒരു 24 hours സ്റ്റുഡൻറ് സപ്പോർട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു സിസ്റ്റം ഉണ്ട്. അപ്പം നിങ്ങൾക്ക് അതിൻ്റെ ഡൗട്ടുകളാണെങ്കിലും കാര്യങ്ങളാണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അത്രയും സപ്പോർട്ടുള്ളൊരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് IHM എന്ന് പറയുന്നത്. ഇത് ഓസ്ട്രേലിയൻ ബേസ്ഡ് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. പിന്നെ അപ്പം ആരും ഇത് ഒരു GNM ആയതുകൊണ്ട് എനിക്കിനി ഓസ്ട്രേലിയയിൽ പോകാൻ പറ്റില്ലേ എന്നൊന്നും ആലോചിച്ചിരിക്കേണ്ട. അങ്ങനെ ഓസ്ട്രേലിയ എന്നുള്ളത് ഇതിൻ്റെ ഡ്രീം കൺട്രി ആണെങ്കിൽ നിങ്ങൾക്ക് ഈ വഴിയിലൂടെയും നമുക്ക് മുന്നോട്ട് പോവാം. അപ്പോൾ ആരും വിഷമിക്കേണ്ട. പിന്നെ നമ്മൾ അവിടെ ചെന്നിട്ടാണെങ്കിലും എക്സ്ട്രാ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു മന്ത്ലി ഒരു പേയ്മെൻറ്റ് നമ്മുടെ സാലറിയിൽ വരും. അപ്പോൾ അതും ഒരു നല്ല കാര്യമാണ്. പിന്നെ ഫർദർ എഡ്യൂക്കേഷൻ ആണെങ്കിൽ നമുക്ക് നമ്മുടെ ക്വാളിഫിക്കേഷൻ അപ്ഗ്രേഡ് ചെയ്യുന്നതിനൊപ്പം നമുക്ക് മുന്നോട്ട് കുറേ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. നമുക്ക് കൂടുതൽ പഠിക്കണമെങ്കിൽ പഠിക്കാം. നമ്മുടെ ഒരു ക്വാളിഫിക്കേഷൻ ലോ ആയതുകൊണ്ട് നമുക്ക് മുന്നോട്ട് പഠിക്കാൻ പറ്റാത്ത ഒരവസ്ഥ ഉണ്ടാവില്ല. അപ്പം നമുക്ക് മറ്റുള്ളവരെ പോലെ തന്നെ സെയിം മുന്നോട്ട് കൂടുതൽ പഠിച്ച് നമുക്ക് നമ്മുടേതായ ഒരു പൊസിഷൻ ഉണ്ടാക്കാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി നമുക്ക് ഈ കോഴ്സ് കൊണ്ട് ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ കോഴ്സ് ചെയ്ത് ഓസ്ട്രേലിയയിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ, പിന്നെ ഈ കോഴ്സ് ചെയ്തുകൊണ്ട് നിങ്ങൾ ഓസ്ട്രേലിയയിൽ നേഴ്സ് ആവണം എന്നല്ല പറയുന്നത്, പക്ഷേ നിങ്ങൾക്ക് APRA എന്ന് പറഞ്ഞ ഒരു രജിസ്ട്രേഷൻ നിങ്ങളുടെ കയ്യിൽ കിട്ടണമെങ്കിൽ നിങ്ങളുടെ ആ ക്വാളിഫിക്കേഷൻ മീറ്റ് ചെയ്താലേ അവർ തരുള്ളൂ. അപ്പം അത് ക്വാളിഫിക്കേഷൻ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ കോഴ്സ് ചെയ്തതിന് ശേഷം GNM നഴ്സസ് നിങ്ങളുടെ ലാംഗ്വേജ് റിക്വയർമെൻറ്റ്സും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും പ്രോപ്പറായിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓസ്ട്രേലിയയിൽ ഒരു രജിസ്റ്റേർഡ് നഴ്സായിട്ട് ഈസി ആയിട്ട് പോകാം കേട്ടോ. അപ്പം ബൈ, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.